വീടിന്റെ ഇന്റീരിയർ ചെയ്യാൻ പല രീതികൾ ഉപയോഗിക്കാറുണ്ട്. കണ്ടംപററി സ്റ്റൈൽ, ട്രഡീഷണൽ സ്റ്റൈൽ, അൾട്രാ മോഡേൺ സ്റ്റൈലുകൾ. എന്നാൽ ആന്റിക് ഇന്റീരിയർ സ്റ്റൈൽ പലരും ചെയ്യാറില്ല. അതിന്റെ കാരണം ചെലവേറിയത് കൊണ്ടിട്ടാണ്. ആന്റിക് ഇന്റീരിയർ സ്റ്റൈൽ പല സിനിമാ താരങ്ങളുടെയും സെലിബ്രിറ്റീസുകളുടെയും വീടിൽ ചെയ്യുന്നതാണ്. സിനിമാ താരങ്ങളുടെയും സെലിബ്രിറ്റീസുകളുടെയും ഫേവറേറ്റ് ഇന്റീരിയർ ആന്റിക് ഷോപ്പായ എത്നിക് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ടു ആസ്റ്റൻസ് കോൺസെപ്റ്റ്സ്. ആസ്റ്റൻസ് കോൺസെപ്റ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എത്നിക് ക്രിയേഷൻസ് കൊച്ചി പനമ്പള്ളി നാർ പാസ്പോർട്ട് ഓഫീസിനടുത്താണ് ഈ സ്ഥാപനം. എത്നിക് ക്രിയേഷൻസ് കൊച്ചി സ്വദേശിയായ നീന ജയശങ്കർ ക്രിയേറ്റിവിറ്റിയിൽ താല്പര്യമുള്ള വ്യക്തിയായതുകൊണ്ട് ആന്റിക് ഫർണിച്ചറിന്റെ സാധ്യതകൾ മനസ്സിലാക്കി 17 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ഈ സ്ഥാപനം. സ്വന്തം വീട് ക്രിയേറ്റിവിറ്റിന് കൂടുതൽ താല്പര്യം മനസ്സിലാക്കി അത് ഒരു ഗാലറി ആക്കി മാറ്റിയിരിക്കുകയാണ്. ആന്റിക് ഇന്റീരിയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അധികം ഫർണിച്ചറുകളും ഇന്റീരിയർ മെറ്റീരിയൽസും റൂമുകളിൽ ഫില്ല് ചെയ്യാറുണ്ട്. മിനിമൈസ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഓരോ ഐറ്റംസിനും വളരെ മൂല്യമേറിയതായിരിക്കും. മാത്രമല്ല നല്ല പ്രൗഢിയേറിയതുമാണ്. നമുക്ക് ഇതിൽ തന്നെ നോക്കാൻ നേരത്ത് ഇവിടെ ഈ സോഫ, അതായത് ഈ സെറ്റ് എന്ന് പറയുന്നത് ആന്റിക് ആണ്. ആന്റിക് വുഡാണ് യൂസ് ചെയ്തേക്കുന്നത്. പഴയ ആന്റിക് ഫർണിച്ചറാണ്. അതിൽ പുതിയ രീതിയിൽ ഫാബ്രിക് ഇട്ടേക്കണാണ്. ഇത് പുതിയ ലേറ്റസ്റ്റ് രീതിയിലുള്ള ഡെക്കോറിന്റെ ഫാബ്രിക് ഉപയോഗിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല തീം എന്നേക്കുന്നത് ഇതിന്റെ ബാക്ക് സൈഡിൽ ഡിസൈൻസ് ആണ് കൊടുത്തേക്കുന്നത്. പ്രിന്റഡ് ഡിസൈൻസിൽ ഫാബ്രിക്കിലുള്ള സീറ്റിംഗ് സൈഡിലാണെങ്കിൽ അത് പ്ലെയിൻ ആണ് കൊടുത്തേക്കുന്നത്. ഒരു ക്രീമിഷ് ടോണാണ് കൊടുത്തേക്കുന്നത്. അതാണ് ഈ ആന്റിക് ഫർണിച്ചറോട് വളരെ മാച്ചിങ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 1,10,000 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇത് ആന്റിക് ഫർണിച്ചർ കാരണം അതിന്റെ വാല്യൂ കൂടുതലാണ്. ഇത് കൂടാണ്ട് ഇതിനകത്ത് ഫാബ്രിക്കും ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ബാക്കിൽ ഒരു മിററും കൊടുത്തിട്ടുണ്ട്. ഒരു ആന്റിക് സ്റ്റൈൽ ഫീൽ ചെയ്തിട്ട്. ഇത് ആന്റിക് പ്രോപ്പർട്ടീസ് മെറ്റീരിയൽസ് അല്ല, പക്ഷെ ആന്റിക് തീമിലേക്ക് കൊണ്ടുവന്നേക്കുന്നതാണ്. അതുപോലെ ഒരു വുഡൻ ജാളി വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. വുഡാണ്. ഇതിന്റെ ബാക്കിൽ ഒരു മിറർ, അത് റീസ്റ്റോർ ചെയ്തേക്കുന്നതാണ്. ആന്റിക് സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നേക്കുന്നതാണ്. ഇതൊരു വളരെ ലളിതമാണ്, വളരെ പവർഫുൾ, ഒരു ഗാംഭീര്യം തോന്നുന്ന ഒരു പാറ്റേൺ ആണ്. അതിൽ തന്നെ ഇതിൽ കോർണറിൽ ഒരു വുഡൻ സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. ഒരു പോട്ടും കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു മിററിന്റെ ആ സൈഡും കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അതിന്റെ ലുക്കും അട്രാക്ഷനും ഒരു വേറെ ലെവല് തന്നെയാണ്. അതിൽ ഈ കോർണറിലേക്ക് ഇതൊരു ഡിസ്പ്ലേ സെന്റർ കാരണം 2 കോർണറായിട്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പൊ വീടിന്റെ എല്ലാ കോർണറിലേക്കും ഡിസ്പ്ലേ ചെയ്യണമെന്നില്ല. ഇവിടെ കാണിച്ചേക്കുന്ന ഒരു പഴയ ഒരു ഗ്ലാസ് ബോട്ടിലാണ്, വലിയ ജാർ ബോട്ടിൽ എന്ന് പറയാം. അതിനൊരു നല്ലൊരു ടേബിൾ ഇട്ട് ഇവിടെ ഇത് റീസ്റ്റോർ ചെയ്തിരുന്ന ഫർണിച്ചറാണ്. ഇതൊരു ടൈല്, ആന്റിക് ടൈപ്പ് സ്റ്റൈൽ ഉപയോഗിച്ചേക്കുന്നത്. അങ്ങനെ പല രീതി നമ്മുടെ ഐഡിയ, നമ്മുടെ ക്രിയേറ്റിവിറ്റിയിൽ വീട്ടിൽ കൊണ്ടുവരണം. നമ്മുടെ വീടുകളിലുള്ള പല പ്രോപ്പർട്ടീസും, പല വീടുകളുടെ മുകളിൽ പഴയ ഭരണികൾ കാണാൻ പറ്റും. പഴയ പണ്ട് കാലത്തെ സ്ത്രീധന പെട്ടി എന്ന് പറയും, ഡൗറി ബോക്സ് എന്നൊക്കെ പറഞ്ഞാൽ ആ ബോക്സ് തന്നെ നല്ലപോലെ റീക്രിയേറ്റ് ചെയ്തെടുക്കും. നമ്മുടെ പുതിയ രീതിയിലുള്ള പോളിഷൊക്കെ ചെയ്തെടുക്കുന്ന ട്രഡീഷണൽ രീതി തന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് ആ റൂമിന്റെ തീമിലേക്ക് കൊണ്ടുപോകാം. അത് മാത്രമല്ല, ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ആന്റിക് ഫർണിച്ചർ വെക്കുമ്പോൾ മോഡേൺ രീതിയിലുള്ള കർട്ടൻസും ഫ്ലോറിങ്ങും ബാക്കിയുള്ള എല്ലാം മോഡേൺ രീതി, കുറച്ച് ഐറ്റംസ് മാത്രം ആന്റിക് കൊണ്ടുവരരുത്. അതൊരു മിസ്മാച്ചിങ് വരും. ചെയ്യാൻ നേരത്തെ ആന്റിക് ഫർണിച്ചറോട് ചേരുന്ന രീതിയിലുള്ള ഫർണിഷിങ്ങും കളറും ഫ്ലോറിങ്ങും ഫാബ്രിക്കുകളും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അപ്പൊ ഇതിലേക്ക് വരാൻ നേരത്ത് മറ്റൊരു ഫർണിച്ചറാണ് ഇവിടെ കാണിച്ചേക്കുന്നത്, ഡിസ്പ്ലേയിൽ വന്നേക്കുന്നത്. ഇത് റീസ്റ്റോർ ചെയ്തേക്കുന്നത്. ഇതിന്റെ തീം വന്നേക്കുന്ന ഒരു ഗ്രീൻ, ഒരു ഡള്ളായിട്ടുള്ള ഗ്രീൻ തീമാണ് കൊടുത്തേക്കുന്നത്. അതിൽ ടെക്സ്റ്റർ ഫാബ്രിക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഡെക്കോറിന്റെ അതിൽ റീക്രിയേറ്റ് ചെയ്തെടുത്തേക്കുന്നത്. നല്ലൊരു മോഡലാണ്. അതിന്റെ ഒരു പാറ്റേണിൽ വന്നേക്കുന്നതാണ് ഈ ചെറിയ സിംഗിൾ ചെയർസ് ഒക്കെ. ഇത് നല്ലൊരു മോഡലാണ്. ഇതിന്റെ പ്രൈസ് വരുന്നെങ്കിൽ 75,000 റുപ്പീസാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇതിന്റെ സെറ്റിന് 3 സീറ്റർ പ്ലസ് 2 സിംഗിൾ സീറ്റിനും ഇതാണ് ഒരു പെയറിങ് വരുന്നത്. ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത്. ഇതേപോലത്തെ ടേബിളുകൾ സാധാരണ 5 സ്റ്റാർ ഹോട്ടലും വലിയ വീടിന്റെ കോറിഡോർ സ്പേസിലൊക്കെ ഉപയോഗിക്കുന്നതാണ്.
ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചില സമയത്ത് ഇതിന് 2 കാല് വരാറുണ്ട്, ബാക്കിയുള്ള ഭാഗങ്ങൾ വാളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതിൽ കാണിച്ചേക്കുന്നത് 4 ലെഗിലാണ് വന്നേക്കുന്നത്. ഇതിന്റെ യൂസേജ് എന്ന് പറയുന്നത് നമ്മുടെ കൊറിഡോർ സ്പേസിലേക്ക് നമ്മൾ പാസ് ചെയ്ത് പോകാൻ നേരത്തിൽ മൊബൈൽ വെക്കുക, അല്ലെങ്കിൽ ഫ്ലവർ സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുക, എന്തെങ്കിലും ഒരു ഐറ്റംസ് അവിടെ വെക്കാൻ വേണ്ടിയൊക്കെ ചിലപ്പോൾ കീ വെക്കാറുണ്ട്. അതിന്റെ ബാക്കിൽ ഒരു മിറർ, ഇതൊരു ആന്റിക് വുഡൻ പാറ്റേണിലാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിന് കേൻ ഉപയോഗിച്ചിട്ടുണ്ട്, ചെറിയ സ്റ്റോൺസ് ലേ ചെയ്തിട്ടുണ്ട്. ഇത് ആന്റിക് അല്ല, ആന്റിക് സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്, റീസ്റ്റോർ ചെയ്തേക്കുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു നല്ലൊരു ഇന്റീരിയർ, ആന്റിക് ഇന്റീരിയർ സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ പറ്റും മൊത്തമായിട്ട്. ഇതിന്റെ ഈ ടേബിളിന്റെ പ്രൈസ് വന്നേക്കുന്നത് 20,000 rupees ആണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത്. ഇതിന് മാത്രം വരുന്നതാണ്, മിറർ വേറെ വരുന്നുണ്ട്. സോഫ എന്ന് പറഞ്ഞാൽ ഇതൊരു പഴയ യൂറോപ്യൻ കൺട്രീസിലുള്ള കൊളോണിയൽ സ്റ്റൈലുള്ള 2 സൈഡിൽ നിന്നും ഇരിക്കാവുന്ന ഒരു സോഫ സീറ്റിംഗ് ആണ് ഇത് വരുന്നത്. ഇതിന് 2 സൈഡിലും ചാരാൻ പറ്റും. ഇത് പണ്ട് രാജകീയമായ ടേബിൾ എന്ന് പറയാം, സോഫ എന്നും പറയാം. കൊട്ടാരങ്ങളിലായിട്ട് ഇത്രയും സോഫകൾ ഉണ്ടായിരുന്നത്. ഇതിനകത്ത് ചാരി ഇരിക്കാം, 2 സൈഡിൽ നിന്ന് ഇരിക്കാം എന്നൊരു മോഡലാണിത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 26,000 rupees ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇതിന്റെ ആ ഫാബ്രിക് എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഫാബ്രിക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. നല്ലൊരു ഇപ്പോഴത്തെ രീതിയിലുള്ള പാറ്റേൺസ് അല്ല, ഒരു ഗ്രീക്ക് റോമൻ സ്റ്റൈലുള്ള ഫാബ്രിക് ഡിസൈൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ ഡീഡക്കോറിന്റെ ഫാബ്രിക്സ് ആണ്. നല്ല കോമ്പിനേഷനിലാണ് ഇത് വന്നേക്കുന്നത്. ഇവിടെ അതിന്റെ ഫ്ലോറിംഗിൽ ഉപയോഗിച്ചിരിക്കുന്ന ജൂട്ടിന്റെ ഒരു കാർപ്പറ്റ് ആണ്. പഴയ ഒരു സ്റ്റൈലാണ് കൊണ്ടുവന്നേക്കുന്നത്, മോഡേൺ രീതിയിലല്ല. അതിനൊരു ചെറിയൊരു സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതിന് ടൈൽസ്, പഴയ ടൈപ്പ് ടൈൽസും അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റൂളിന് നല്ല ഭംഗിയുണ്ട്. ഇതിനൊരു ഡിസൈൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് എടുത്തേക്കുന്നതാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 6,000 rupees ആണ് ഈ സ്റ്റൂളിന്റെ പ്രൈസ് വന്നേക്കുന്നത്. ഇത് ഏകദേശം ഒരു 40 centimeter സ്ക്വയറിൽ വരുന്നതാണ്. ഹൈറ്റ് ഏകദേശം ഒരു 15 centimeter ഹൈറ്റ് ഉണ്ട്. ഇത് ഡൈനിങ് റൂമിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു പാറ്റേൺ ആണിത്. ഒരു ആന്റിക് സ്റ്റൈല് കൊണ്ടുവന്നേക്കണാണ്. ആന്റിക് അല്ല, ആന്റിക് സ്റ്റൈലിലേക്ക് കൺവേർട്ട് ചെയ്തത്. ബ്ലാക്കും ഒരു ഫെയ്ഡഡ് ഗോൾഡ് പാറ്റേണിലാണ് കൊണ്ടുവന്നേക്കണം. അതിൻ്റെ ഇവിടെ ഇങ്ങനെയുള്ള ക്രിയേറ്റീവ് ചെറിയ ഈ സ്പോട്ടഡ് ഐറ്റംസുകളൊക്കെ വെക്കാൻ പറ്റും. ഇത് ബ്രാസിൻ്റെ ആണ്. പിന്നെ ഈ നമുക്ക് പല വിദേശ യാത്രയൊക്കെ നടത്തുന്ന ചെറിയ കപ്പെല്ലാം കിട്ടും, ആന്റിക് ടൈപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട്. അതിൻ്റെ താഴെ വന്നേക്കുന്ന ഒരു ക്രോക്കറി യൂണിറ്റ് ആണ്, പഴയ രീതിയിലുള്ള. അത് റീക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതിന് പഴയൊരു മോഡലില് പുതിയ മെറ്റീരിയൽ ഫുഡ് വെച്ച് ചെയ്തേക്കുന്നതാണ്. അതിനെ റിപ്ലിക്ക എന്ന് പറയും. പഴയ മോഡലില് അതൊന്ന് സൃഷ്ടിച്ചേക്കുന്നുണ്ട് ഇവര്. ഇപ്പൊ ഈ ലിവിങ്ങോ ഡൈനിങ്ങിന്റെ കോർണർ ഉപയോഗിക്കാൻ പറ്റിയ കോർണർ സ്റ്റാൻഡാണ്. ഇത് റോസ് വുഡിൽ ചെയ്തിരിക്കുന്നത്. ഒരു ആന്റിക് പീസാണിത്. റോസ് വുഡും അതുപോലെ ബ്രാസിന്റെ വർക്കും കാണിച്ചിട്ടുണ്ട്. ഇത് ബ്രാസിന്റെ വർക്കാണ്. നല്ല ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പാറ്റേൺസ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് ഇത്. ഇതിലിവിടെ തന്നെ ഒരു ടൈലും കൊണ്ടുവന്നിട്ടുണ്ട്, ആന്റിക് ടൈപ്പ് വരുന്നേക്കണ. പിന്നെ താഴെയും ഒരു സ്റ്റോറേജിന്റെ വന്നിട്ടുണ്ട്. കോർണറിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അത് ഒരു പ്രത്യേക ബ്യൂട്ടിയിലേക്കാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് 75,000 rupees ആണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആന്റിക് കാരണം അതിന്റെ മൂല്യം ഉയരും. അത് കാലം എത്ര കഴിഞ്ഞാലും ഇതിന്റെ മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മൾ ഒരു മറ്റുള്ള ഇന്റീരിയർ ഫർണിച്ചറിന്റെ വാല്യൂ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് വോളിൽ കൊടുത്തേക്കണ ഈ ജാളി വർക്ക്, ഇത് വുഡിലാണ് ചെയ്തേക്കണത്. ഇത് ആന്റിക് പീസാണ്. വലിയൊരു ആന്റിക് ജാളി വർക്കിന്റെ ഒരു പോർഷൻ എടുത്തിട്ടാണ് ഈ ഒരു ഡിസൈൻ പാറ്റേണിലേക്ക് കട്ട് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത്. ഇത് ഈ മെറ്റീരിയൽ ഇതിന്റെ ബാക്കിയുള്ള ഭാഗം വെച്ചിട്ട് വേറെ വാൾസിലും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബാക്കി ഭാഗം എടുത്തിട്ടാണ് വേറൊരു പാറ്റേണിലേക്ക് കൊണ്ടുവന്നേക്കണം. ഇതൊരു നമ്മുടെ ബ്രാസിലി ക്ലാവ് പിടിച്ച ഒരു പാറ്റേണിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലതായിട്ടുണ്ട്. അതിന്റെ ഒരു പീസ് എടുത്തിട്ടാണ് ഈ ലിവിംഗ് റൂമിൽ സെറ്റ് ചെയ്തേക്കുന്നത്. നല്ലൊരു ഭംഗിയുണ്ട്, നല്ലൊരു പാറ്റേൺ ആണിത്. അതുപോലെ ലിവിംഗ് റൂം ഇടാൻ പറ്റിയ ഒരു പെയർ സീറ്റിങ്ങിന്റെ ടീക്വുഡിലാണ്. ഇതിന്റെ ഫാബ്രിക് ആണ് ഇതിന്റെ അട്രാക്ഷൻ. അത് വളരെ ആന്റിക് സ്റ്റൈലാണൊക്കെയാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇതൊരു യൂറോപ്പ് ഗ്രീക്ക്
സ്റ്റൈൽ എന്ന് പറയാം. നല്ലൊരു പാറ്റേൺ ആണ്, അതിന്റെ കളർ കോമ്പിനേഷൻ, അതാണ് അതിന്റെ അട്രാക്ഷൻ ഇരിക്കുന്നത്. നല്ല കുഷ്യൻ സീറ്റിംഗ് ആണ്, ടീക്കൂഡിൽ ചെയ്തേക്കുന്നതാണ്. ഒരു ചെയറിന്റെ പ്രൈസ് വരുന്നത് 15,000 rupees ആണ് ഒരു ചെയറിന്റെ പ്രൈസ്. ഇങ്ങനെ ഒരു പെയർ ആയിട്ടാണ്, രണ്ട് ഇതിന്റെ പെയറിലാണ് രണ്ട് ഐറ്റം എന്ന് പറയുമ്പോൾ ഒരു 30,000 rupees വരും. അതുപോലെ തന്നെ ഒരു ഇങ്ങനെ പെയറിംഗ് ആയിട്ട് വരുന്നൊരു ചെയർസ് ആണ്. ഇതും ടീക്കൂഡിൽ ചെയ്തേക്കുന്നതാണ്. ഒരു പഴയ ഒരു മോഡലാണ്. ഇതിന്റെ ഒരെണ്ണത്തിന്റെ പ്രൈസ് ഇത്തിരി ഉണ്ട്, 20,000 rupees ആണ്. ഇതിന്റെ ആ ഷേപ്പാണ്, വുഡിൽ ആ വളഞ്ഞു വന്നേക്കുന്ന ഷേപ്പ് കാരണമാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരു പ്രൈസും വർദ്ധിക്കാൻ കാരണം അതാണ്. അതൊരു യുണീക്ക് മോഡലാണ് അത് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു പെയറിങ് വന്നേക്കുന്നതാണ്. ഇത് നല്ല കളർ കോമ്പിനേഷൻ, വ്യത്യസ്തമായ കളർ കോമ്പിനേഷനാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ആ വുഡിൻ്റെ ടീക്കൂഡിൽ ചെയ്തേക്കുന്ന സീറ്റിംഗ് ആണ്. ഇതുണ്ട് നല്ലൊരു കോമ്പിനേഷൻ. നമ്മൾ പലപ്പോഴും ഈ സീറ്റിങ്ങിൻ്റെ കളർ ഇപ്പോഴും ഇത്രയും മാച്ചിങ് ആയിട്ട് കിട്ടാറില്ല. ഒരു വല്ലാത്ത ഫീലാണ്. ഇത് വാം ലൈറ്റ് കിട്ടുന്ന ലിവിംഗ് റൂം നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഒരെണ്ണത്തിന്റെ പ്രൈസ് വരുന്നത് 14,000 rupees ആണ് പെർ പീസിനാണ് വന്നേക്കുന്നത്. അതിന്റെ കളറും അതിന്റെ വുഡിന്റെ പാറ്റേൺസ് ഒരു വ്യത്യസ്തമായ മോഡലാണ്. അതുപോലെ തന്നെ വേറൊരു പെയറിങ് വന്നേക്കുന്നതാണ്. അതും ടീക്കൂഡിൽ തന്നെ ഒരു മയിലിന്റെ ഹെഡിന്റെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അത് ടീക്കൂഡിലാണ്. ഇതിന്റെ സൈഡിൽ ഫാബ്രിക്കിന്റെ പ്രിന്റഡ് ഡിസൈൻസ് ആണ്. അതിന് ഞാൻ ലൂസ് പില്ലോനും കൊടുത്തിട്ടുണ്ട്, ഒരു പാറ്റേൺ ആണ്. ബാക്കിയുള്ളിടത്തും നല്ല ഡെക്കോറിന്റെ പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈൻസ് അപ്പോൾസ്ട്രി ഫാബ്രിക് കൊടുത്തേക്കുന്നത്. ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് 20,000 rupees ആണ് ഇതിന്റെ സിംഗിൾ പീസിന്റെ പ്രൈസ് വന്നേക്കുന്നത്. ഇതും നല്ല രസമാണ് കാണാനായിട്ട്. അതിന്റെ ഡിസൈനിന്റെ പാറ്റേണിലും ആ ഒരു ട്രഡീഷണൽ അതിന്റെ വാല്യൂ ഉള്ളതുകൊണ്ടിട്ടാണ് അതിന് ഇത്രയും പ്രൈസ് വന്നേക്കുന്നത്. ഇനി വ്യത്യസ്തമായ ഒരു ജൂല എന്ന് പറഞ്ഞാൽ ഗുജറാത്തികളുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സീറ്റിംഗ് ആണ്. അത് ആട്ടുകട്ടിൽ എന്ന് പറയാം, ഹാങ് ചെയ്ത് നിർത്താം, അതല്ലെങ്കിൽ സ്റ്റില്ലായിട്ട് നിർത്താൻ പറ്റാവുന്ന മോഡലാണ്. ഇത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ രണ്ട് സൈഡിൽ നിന്നും സീറ്റിംഗ് ആയിട്ട്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇരിക്കുന്ന ഒരു പൊസിഷൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം, അത് തിരിച്ചാണെങ്കിൽ നമുക്കത് തിരിച്ചിടുകയും ചെയ്യാൻ പറ്റും. രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഇതിന്റെ പാറ്റേൺ ചെയ്തേക്കുന്നത്. ഇത് റീസ്റ്റോർ ചെയ്തേക്കുന്ന ഒരു മോഡലാണ്, ആന്റിക് അല്ല. ഇതിൽ തന്നെ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ടൈൽസ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പില്ലോസിൽ ഇതിൽ വന്നേക്കുന്ന ഇതിന്റെ കുഷ്യൻസ് എല്ലാം ഒരു ഗുജറാത്ത് പാറ്റേണിൽ, അതായത് ഒരു മണ്ണിന്റെ കളറിന്റെ പാറ്റേൺസ് ആണ് ഇതിൽ കൊണ്ടുവന്നേക്കുന്നത്. കളിമണ്ണിന്റെ ഒരു പാറ്റേണിൽ നല്ലൊരു കോമ്പിനേഷനിൽ വന്നേക്കണം. ഇത് ഫുള്ള് ടീക്കൂഡിലാണ് ചെയ്തേക്കണം, നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ പ്രൈസ് വന്നേക്കണത് 26,000 ആണ് ഇതിന്റെ പ്രൈസ് വന്നേക്കണം. റീസ്റ്റോർ ചെയ്ത, ആന്റിക് അല്ല, റീസ്റ്റോർ ചെയ്ത ഒരു ഫർണിച്ചറാണ്. ഇത് ഏത് ലിവിങ് ഡൈനിങ്ങിന്റെ ഇടയ്ക്കെല്ലാം നമുക്ക് വെക്കാം, അല്ലെങ്കിൽ സിറ്റ് ഔട്ടില് ബാൽക്കണിയിലൊക്കെ വെക്കാവുന്ന ഒരു മോഡലാണിത്. ഇതൊരു മിറർ സ്റ്റാൻഡ് അല്ലെങ്കിൽ ഡ്രസ്സിങ് യൂണിറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ മൾട്ടിപർപ്പസ് യൂസ് എന്ന് പറയാവുന്ന ഒരു ടേബിളാണിത്. ഇതിൽ ഡ്രോയർ ഉണ്ട്. ഇതിൽ റീസ്റ്റോർ ചെയ്തേക്കുന്നതാണ്, ആന്റിക് അല്ല. ഇതിന്റെ ഡ്രോയർ ഉണ്ട്. ഇതിൽ ചെയിനാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിന്റെ മിററും ഇതിന്റെ മുകളിൽ മിറർ യൂസ് ചെയ്തിട്ടുണ്ട്. മിറർ വന്നേക്കണ കെയിനിൽ പാറ്റേൺ ചെയ്തിട്ട് അതിന്റെ ചുറ്റിനും വുഡൻ പീസസ് ആണ് ഫ്രെയിമിങ് ചെയ്തേക്കുന്നത്. നല്ലൊരു മോഡലാണ്. ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് 18,000 rupees ആണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത്. ഇതിൽ ഇതുപോലെ ഇങ്ങനെ ഇന്റീരിയർ പ്രോപ്പർട്ടീസ് ഒക്കെ ഇങ്ങനെ വെക്കാവുന്നതാണ്. ഇനി വ്യത്യസ്തമായ ഒരു ഷാംഗ്ലർ ലൈറ്റ് കാണിച്ചു തരാം. ഇത് സെയിലിന് വന്നേക്കണല്ല, അതൊരു ഇവരുടെ ഡിസ്പ്ലേയിൽ വന്നേക്കണ ഷോ പീസായിട്ട് ഷോറൂം ഡിസ്പ്ലേയിൽ മാത്രം ഉപയോഗിക്കുന്നതാണ്. ഇതിന്റെ മെയിൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സെറാമിക്കാണ്. സെറാമിക്കിന്റെ ഷാംഗ്ലർ ലൈറ്റ് ആണ്. അതിന്റെ ഹാങ് ചെയ്തേക്കണ ബ്രാസിലാണ്. ഇതിന് ഹാങ് ചെയ്തേക്കണ ബ്രാസിലാണ് ലൈറ്റ് ആയിട്ടുള്ള ഒരു പഴയ ഒരു ഷാംഗ്ലർ മോഡലാണിത്. ഇതൊരു സെയിലുള്ളതല്ല, പക്ഷെ ഒരു വ്യത്യസ്തമായ ഷാംഗ്ലറാണിത്. ഇനി ആന്റിക് മെറ്റീരിയൽ, അതായത് ആന്റിക്കിന്റെ പാനലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ഐറ്റംസ് ആണിത്. ഇത് ഒരു ആന്റിക്, ഒരു പഴയ ഒരു വീടിൻ്റെ എടുത്തേക്കുന്ന ആന്റിക്കിന്റെ കുറെ പാർട്ടിക്കിൾസ് ആണ്. അതിനെ കട്ട് ചെയ്ത് പല പല പ്രോപ്പർട്ടീസ് ആയിട്ട് മാറ്റി വയ്ക്കുന്നതാണ്, ഇൻ ഡെക്കറേറ്റീവ് മെറ്റീരിയൽസ് ആയിട്ട് മാറ്റി വയ്ക്കുന്നതാണ്. പല സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള സ്റ്റാൻഡുകൾ. ഇതിന്റെ തന്നെ ഒരു ഭാഗം തന്നെയാണ്
ഇവിടെ വന്നേക്കണ ഈ ജാളി വർക്കിൽ വന്നേക്കണ ഇതും കട്ട് ചെയ്തെടുത്തേക്കണ്. ഇത് നമുക്ക് നമ്മുടെ വീടിന്റെ അനുയോജ്യമായ സ്ഥലത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ്. അതിന്റെ ഒരു വേറൊരു ഭാഗം കൂടെ മേലിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മയിലിന്റെ ഒരു പാറ്റേൺ ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതൊരു ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി ഭാവന അനുസരിച്ചാണ് ഇപ്പൊ ഇത് ചെയ്തു വെച്ചേക്കണേ. ഇവിടെ പഴയ ആഭരണപ്പെട്ടി, ഓർണമെന്റ് ബോക്സ്, ഇതെല്ലാം ആന്റിക്കാണ്. പിന്നെ ഇതിന്റെ സീറ്റിംഗ് സോഫ, ഇതൊരു വ്യത്യസ്തമായ നല്ലൊരു കളർ കോമ്പിനേഷനിലെ സീറ്റിംഗ് വന്നേക്കുന്നത്. 20,000 റുപ്പീസാണ് ഇതിന്റെ. ഫാബ്രിക് അതിൻ്റെ ഒരു ഭയങ്കര അട്രാക്ഷൻ ആണ് ഇതിന്റെയും ഫാബ്രിക് നല്ല അട്രാക്ഷൻ ഉണ്ട്. ടീ കുഡിൽ ചെയ്തേക്കുന്നത്. ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് പെർ പീസിൽ 12,000 റുപ്പീസാണ് പെർ പീസ് വന്നേക്കുന്നത്. ഇതിന്റെ തന്നെ വേറൊരു ഫർണിച്ചർ, ഇതിന്റെയൊക്കെ ഫാബ്രിക്കിന്റെ കളർ ഈ ഫർണിച്ചറോട് നല്ലൊരു മാച്ചിങ് മിങ്കിൾ ചെയ്ത് പോകുന്നുണ്ട്. നല്ലൊരു സീറ്റിംഗ് ഇതാണ് വന്നേക്കുന്നത്. ഇത് 3 സീറ്ററാണ്. 3+2 എന്നാണ്, 2 സിംഗിൾ ആയിട്ടുള്ള വരുന്നതാണ്. ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് 65,000 ആണ്. ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വന്നേക്കുന്നത്. ആഫ്രിക്കൻ മസായിസ് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സിങ്ങിന്റെ ഒരു പാറ്റേൺസ് ഇവരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വുഡിൽ ചെയ്തേക്കുന്നതാണ്. ഒരു ഡെക്കറേറ്റീവ് പീസാണിത്. നമ്മൾ ഷോപ്പ് പീസായിട്ട് വെക്കാൻ പറ്റിയ ഒരു മോഡലാണിത്. ഒരു ക്രിയേറ്റ് ചെയ്ത് എടുത്തേക്കുന്നതാണ്. ആന്റിക് പീസാണിത്. ഇത് ചെറിയൊരു ഡൈനിങ് ടേബിൾ ആണ്. ഇത് ടീക്കുഡിന്റെ ഫ്രെയിം ഇട്ടിട്ട് ടോപ്പിൽ മാർബിൾ ഉപയോഗിച്ചേക്കുന്നതാണ്. ചെറുത് നല്ല ക്യൂട്ടായിട്ടുള്ള ഡൈനിങ് ടേബിൾ. ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് 26,000 ആണ്. ഇതിന്റെ ഡൈനിങ് ടേബിളില് ചെയർസിന് സെപ്പറേറ്റ് വന്നേക്കണം. ഇതിന് ഏകദേശം 7,000 റുപ്പീസാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കണം. ഈ ചെയർസിന് നല്ല ഒതുങ്ങിയ ഒരു ഡൈനിങ് ടേബിളാണ്. ഒരു ആന്റിക് ഇന്ത്യയുടെ തീമിനെ കൊണ്ടുപോകാൻ പറ്റിയ ചെറിയ വീടിനൊക്കെ പറ്റിയ നല്ലൊരു സോഫയാണ്. പിന്നെ ഇതിൽ വന്നേക്കുന്നത് ഇത് വലിയ ടൈപ്പാണ്. ഇതിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ടെണ്ണം വേറെ മോഡലുള്ള ചെയറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതൊരു ഓവൽ ഷേപ്പിലുള്ള ഡൈനിങ് ടേബിളാണ്. ഇത് വന്നേക്കുന്നത് ഇതിന്റെ സൈഡിൽ വന്നേക്കുന്ന 2 എണ്ണം ചെറിയ ഒരു ചെയറാണ്. പക്ഷെ നല്ല കോമ്പിനേഷൻ 2 തീമിലുള്ള ചെയർസാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. നല്ലൊരു ഭംഗിയുണ്ട്. ഇപ്പൊ ഇതിലിപ്പോ നമ്മൾ കാണിച്ചേക്കണ ഈ ജാളി വർക്കുകൾ നേരത്തെ പറഞ്ഞ പോലെ ആന്റിക്കുകളാണ്. ഇതിന്റെ ഒരു പഴയ വീടിന്റെ ഒക്കെ എടുത്തിട്ട് അതിനെ റീക്രിയേറ്റ് ചെയ്തേക്കണേ. അതിനെ പല ഭാഗങ്ങളായിട്ട് കൺവേർട്ട് ചെയ്തെടുത്തേക്കണേ. ഇതിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് ലിവിംഗ് റൂമിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ടീക്കുഡിന്റെ ഒരു ചെറിയ അലമാരയാണ്. ഇങ്ങനെയുള്ള ഇന്റീരിയർ പ്രൊഡക്ട്സും ആന്റിക് ടൈപ്പാണ് വന്നേക്കുന്നത്. ഒരു ഒതുങ്ങിയ ചെറിയ ഒരു പാറ്റേൺ ആണ് വന്നേക്കുന്നത്. ചെറിയ ലിവിംഗ് റൂമിനൊക്കെ പറ്റിയൊരു മോഡലാണ് ഇത്. ലിവിംഗ് റൂം നല്ല ക്രീമിഷ് കളറിലൊക്കെ ലിവിംഗ് റൂം പെയിന്റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ വൈറ്റ് കർട്ടൻസ് ഉപയോഗിക്കണമെങ്കിൽ ഇത്രയും ഫർണിച്ചർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഇന്റീരിയർ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അധികം ഐറ്റംസും നമുക്ക് ലിവിംഗ് റൂമിൽ വേണ്ട. അപ്പൊ ഇതിൽ താഴെ ഒരു വലിയൊരു ബോക്സ്, പഴയ ഒരു ആന്റിക് എന്താണ് ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് പഴയ ശ്രീധനപ്പെട്ടി എന്നൊക്കെ പറയും, ഡൗറി ബോക്സ് എന്നൊക്കെ പറയാറുണ്ട്. അത് വളരെ മൂല്യമേറിയതാണ്. 30,000 റുപ്പീസാണ് ഇതിൻ്റെ. ഇത് എനിക്ക് റോസ്വുഡിൽ വന്നേക്കുന്ന ഒരു ബോക്സ് ആണിത്. ചെറിയ അറകളൊക്കെ ഉള്ളതാണ്. അപ്പൊ ഇതില് ഇവരുടെ പഴയ വീടായിരുന്നു, അതിനെ റീക്രിയേറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ്. വീടിനെ പുതിയ ഒരു ആന്റിക് സ്റ്റൈൽ പാറ്റേണിലേക്ക് അതിന്റെ ഡിസ്പ്ലേ സെന്റർ കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് ആന്റിക് ഇന്റീരിയർ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ ഒരു ചെറിയൊരു ഫൗണ്ടൻ വാട്ടർ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബുക്ക് റാക്കാണ്, ഒരു ആന്റിക് ബുക്ക് റാക്കാണ്. അത് ഏത് സൈഡിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യും, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇതില് ഒരു മറ്റേ വരയാടിന്റെ ഒരു മോഡൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് വന്നേക്കുന്നത് 29,000 ആണ്. അത് സെറാമിക്കിലാണ് ചെയ്തേക്കുന്നത്. ഈ യൂണിറ്റിനാണ് 26,000 റുപ്പീസാണ് വന്നേക്കുന്നത് പ്രൈസ് വന്നേക്കുന്നത്. കുറച്ച് ബാക്കിലേക്ക് എടുക്കും ഫുള്ള് കിട്ടും. 26 റുപ്പീസാണ് ഇതിന്റെ, 26,000 റുപ്പീസാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത്. ആന്റിക് ഫർണിച്ചർ ആയിട്ടാണ് ഇത്രയും വാല്യൂ വന്നേക്കുന്നത് ടീക്കുഡില്. ഇപ്പൊ ഇവിടെ അടുത്ത റൂമിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റംസുകളുണ്ട്. ഇവിടെ നല്ലൊരു സിംഗിൾ സീറ്റാണ്, ഒരു വ്യത്യസ്തമായ, അത് ആന്റിക് പീസാണ് ഈ ഫർണിച്ചർ.
ഇതിന്റെ പഴയ രാജകീയമായ ഒരു സീറ്റിംഗ് ആണ്. ഇതും വ്യത്യസ്തമായ ഒരു പാറ്റേണിലുള്ള ഒരു ചെയർസ് ആണ്. 2 പേഴ്സിൽ വന്നേക്കുന്നതാണ്. ഇതിന് ഒരു പീസിന് 11,000 ആണ്. ഈ മോഡൽ നമ്മൾ എങ്ങും കാണാൻ കിട്ടൂല. ഇത്തരം മോഡലുകൾ ആന്റിക് ഡിസൈൻസിൽ വന്നേക്കുന്ന മോഡലുകളാണ്. പിന്നെ ഇത് വേറൊരു കോട്ടില് ഇത് റീസ്റ്റോർ ചെയ്തേക്കുന്നതാണ്. ആന്റിക് അല്ല, പഴയ മോഡലിലേക്ക് ഈ പാറ്റേൺ കൊണ്ടുവന്നേക്കുന്നതാണ്. ഇതൊരു യൂറോപ്യൻ സ്റ്റൈലുള്ള ഒരു സോഫ കം ബെഡ് എന്നൊക്കെ പറയുന്ന ഒരു മോഡലാണ്. ഇതിൻ്റെയൊക്കെ ഫാബ്രിക് ഇത് റീസ്റ്റോർ ചെയ്തേക്കുന്നതാണ്. ആന്റിക് അല്ല, റീസ്റ്റോർ ചെയ്തേക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ഫാബ്രിക് പാറ്റേൺസ് ഇതിൽ കൊണ്ടുവന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട്. ഏതൊരു ഇന്റീരിയർ തീമിനും ചേരുന്ന രീതിയിലാണ്. പിന്നെ വ്യത്യസ്തമായ ഒരു ബാർ കൗണ്ടർ കാണിച്ചു തരാം. ഒരു വ്യത്യസ്തമായ ഒരു ബാർ കൗണ്ടറാണ്. ഇത് കാണുമ്പോൾ ഒരുപാട് സ്റ്റോറേജ് ഉണ്ടെന്ന് തോന്നൂല. ഇത് പഴയ ആന്റിക് ആണ്. ഈ ബാർ കൗണ്ടർ ആന്റിക് ബാർ കൗണ്ടറിന്റെ സിസ്റ്റമാണ്. പണ്ട് കാലത്തും ഇത് അങ്ങനെയുള്ള താല്പര്യം ഉണ്ടായിരുന്നാണ് പറയുന്നത്. അതിന് പല രീതിയിലും ഇത് ഇങ്ങനെ തുറക്കാവുന്ന മോഡലാണ്. ഇതിന്റെ താഴത്ത് ഇതിനകത്തും അറകളുണ്ട്. പണ്ട് കാലങ്ങളിൽ ബാർ കൗണ്ടറിന് പകരം വേറെ പല പേരിലായിരിക്കും ഇത് അറിയപ്പെടുന്നത്. പിന്നെ ഇതിൽ വന്നേക്കണത് ഇങ്ങനെയുള്ള പല അറകളും കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജിന് വേണ്ടിയുള്ള. പണ്ട് കാലങ്ങളിൽ യൂറോപ്യൻ സംസ്കാരമാണ് ഇങ്ങനത്തെ വൈൻ ബോട്ടിൽസും ഷാമ്പെയിൻസും എല്ലാം വെക്കണതായിരിക്കാം. ഒരു യൂറോപ്യൻ മോഡലാണ് വെക്കുന്നത്. ബോക്സിംഗ് ഉള്ളത് നടക്കാൻ നിലയിൽ. ഇതിന്റെ പ്രൈസ് വന്നേക്കണത് 38,000 ആണ് ഇതിന്റെ പ്രൈസ് വന്നേക്കണത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഓർണമെന്റ് ബോക്സ് ആണ്. പഴയ കാലത്തെ ആഭരണ പെട്ടി. ഇത് 60 by 30 സെന്റിമീറ്ററിൽ വരുന്ന സൈസിൽ വരുന്നതാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു ആഭരണ പെട്ടിയാണ്. പക്ഷെ ഒരുപാട് അറകളുണ്ട്. ഇത് ആദ്യത്തെ അറകളെന്ന് കാണിക്കുന്നത് ഇതൊരു അറയാണ്. ഇത് ജുവൽസ് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് കഴിഞ്ഞ് ഇവിടെ എല്ലാം ഇത് ഓരോന്നിനും നമുക്ക് തുറക്കാവുന്നതാണ്. ഇതിൽ വെക്കാം, ഇതിലും തുറക്കാം, ഇത് വെക്കാം, ഇങ്ങനെ ഇതിലും തുറക്കാവുന്നതാണ്. ഇതിൽ വെക്കാം. ഇതല്ലാണ്ട് ഇത് അങ്ങനെ തന്നെ മാറ്റിയെടുക്കാം. ഇതങ്ങനെ മാറ്റിയെടുക്കാം. ഇത് മാറ്റി കഴിഞ്ഞിട്ട് ഇതിനകത്ത് വേറൊരു സ്റ്റോറേജാണ് കിടക്കുന്നത്. ഇതിലും തുറക്കാവുന്നതാണ്. ഇതെല്ലാം ഓരോന്നിനും തുറക്കാവുന്നതാണ്. അറകളെല്ലാം തുറക്കാവുന്നതാണ് സാധനങ്ങൾ. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. രഹസ്യമായിട്ട് എന്തെങ്കിലും ഐറ്റംസ് വെക്കാനുള്ള കാര്യങ്ങൾ. ഇതിനകത്ത് ഡോക്യുമെന്റ്സ്, ആധാരങ്ങളൊക്കെ പണ്ട് കാലത്തിൽ വെക്കുന്ന ഒരു മോഡലാണ്. രഹസ്യമായ ഒരുപാട് അറകൾ അതിനകത്ത് കിടത്തേക്കുന്നത് കൊച്ചു. ഇതിന്റെ താഴെയും അറകൾ ഉണ്ട്. സ്റ്റോറേജ് സ്പേസ് ആണ്, രഹസ്യമായിട്ട് വെക്കാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെയാണ് ഇതൊരു പാറ്റേൺ വന്നേക്കുന്നത്. പഴയ നല്ല ആന്റിക് പീസാണിത്. ചെറിയ ഇവിടെ ബ്രാസിന്റെ വർക്കുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് 5,000 റുപ്പീസ് ഉള്ളു. നല്ലൊരു ആന്റിക് ഇതാണ്. നല്ല ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇത് ഒരെണ്ണം വീട്ടിൽ വെച്ചാൽ അതിന്റെ ഒരു അലങ്കാരം ഉണ്ട്. ഇതൊരു ആന്റിക് സ്റ്റൈലിൽ റീസ്റ്റോർ ചെയ്തേക്കുന്നത്. ആന്റിക് അല്ല, ടീക്കുഡിൽ ചെയ്തേക്കുന്നതാണ്. ഒരു പഴയ ഡോക്യുമെന്റ് സ്റ്റാൻഡ് എന്നൊക്കെ പറയാം. ഒരുപാട് ഡ്രോയേഴ്സ് ആണ്. ഓരോന്നിനും ഡോക്യുമെന്റ്സ് ഒക്കെ ഇടാൻ പറ്റിയാണ്. ഇത് ഫുള്ളി ടീക്കുഡല്ലേ, ഫുള്ളി ടീക്കുഡിലാണ് വന്നേക്കുന്നത്. ഇത് സൈസ് വന്നേക്കുന്നത് ഏകദേശം 40 സെന്റിമീറ്റർ ബൈ 60 സെന്റിമീറ്ററിന്റെ ടോളി യൂണിറ്റ് ആണ്. ഇത് ഏകദേശം 4 feet 5 feetന് ഇടക്ക് വരുന്ന ഒരു സൈസാണ് വന്നേക്കുന്നത്. ഇത് കൊള്ളാം, നല്ലൊരു യൂണിറ്റ് ആണ്. ഇനി വെറൈറ്റി ആയിട്ടുള്ളൊരു ചെയറാണ്. ഇത് മൾട്ടി പർപ്പസ് ആണ്. ഇത് ചെയറായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതൊരു ചെറിയ സ്റ്റെപ്പ് ലാഡറായിട്ടും ഉപയോഗിക്കാം. ഇതിനെ ലൈബ്രറി ചെയർ എന്നാണ് ഇതിനൊരു പേര് പറയണത്. ഇങ്ങനെ സ്റ്റെപ്പ് ചെറിയ നമ്മുടെ മുകളിലുള്ള ബുക്സ് ഒക്കെ എടുക്കാനായിട്ട് ലൈബ്രറിയിൽ ഇതിന് ഉപയോഗിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ചെയറിൽ കൺവേർട്ട് ചെയ്ത് തരുമ്പോൾ നമുക്കത് ചെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് നല്ലൊരു ആന്റിക് മോഡൽ, ആന്റിക് അല്ലത്, നല്ലൊരു സ്റ്റഡി ടേബിളാണ്. ഫുള്ളി വുഡിൽ ചെയ്തേക്കുന്നതാണ്. അതിന് 20,000 റുപ്പീസാണ്. ഒരു പഴയ ട്രഡീഷണൽ ശൈലിയിലുള്ള ഒരു സ്റ്റഡി ടേബിൾ. ഇപ്പോഴത്തെ കാണുന്ന സ്റ്റഡി ടേബിൾ രീതിയല്ല. ഇതെല്ലാം പഴയ രീതിയിലുള്ള റീസ്റ്റോർ ചെയ്തേക്കുന്ന ആന്റിക് സ്റ്റൈലുള്ള കെയിനിൻ്റെ ഫർണിച്ചറുകളാണ്. നല്ലൊരു ഫർണിച്ചർ മോഡലാണത്. വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു
സ്റ്റാൻഡാണിത്. അതിൻ്റെ ലെഗെല്ലാം വളരെ സ്ലീക്ക് ഷേപ്പാണ്. ഇത് പഴയൊരു വീടായ കാരണം അതിന് ഡിസ്പ്ലേ സെന്റർ ഒക്കെ ഉണ്ട്. അതിന് ഓരോ പോർഷനിലും ഒരു വ്യത്യസ്തമായ കളർ തീം കൊടുത്തിട്ടാണ് ഈ ഫർണിച്ചറും ഇന്റീരിയർ മെറ്റീരിയൽസും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ രാജകീയമായ പ്രൗഢിയുള്ള ഒരു കോട്ടും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആന്റിക്കാണോ? ഒരു ആന്റിക് കോട്ടാണിത്. നല്ല രാജകീയമായിട്ട് അതിൻ്റെ പണ്ട് കാലങ്ങളിൽ ഒരു മോസ്കിറ്റോ നെറ്റെല്ലാം ഇടാൻ പറ്റിയ ഒരു പാറ്റേണിലാണ് അവർ കൊണ്ടുവന്നേക്കുന്നത്. അത് രാജകീയമായിട്ടാണ് ചെയ്തേക്കുന്നത്. അതൊരു ക്യൂൻ സൈസ് ബെഡാണിത്, ക്യൂൻ സൈസ് കോട്ടാണിത്. ഇതിൽ നമ്മളൊരു ടൈൽ പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് റോസ് വുഡിലാണ് ഈ കോട്ട് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ വാല്യൂ വരുന്നത് 1,25,000 ആണ്. ഫുള്ളി റോസ് വുഡിൽ ചെയ്തേക്കുന്നത്. രാജകീയ പ്രൗഢിയുള്ള ഒരു കോട്ട്. ഒരു വ്യത്യസ്തമായ ഒരു മിററാണിത്. അടച്ചു വെച്ചേക്ക ഈ മിറർ. പഴയ ഇതിന്റെ ശൈലി നോക്കുമ്പോൾ എനിക്കൊന്ന് രാജസ്ഥാനോ ഗുജറാത്തോ ആ നാടുകളിൽ ട്രഡീഷണൽ സ്റ്റൈലിൽ വന്നേക്കുന്ന ഒരു മിററായിട്ടാണ്. ഇതിന്റെ പ്രത്യേകം ചില മിററിനൊരു ഷട്ടറുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ ഒരു മിറർ ഇരിക്കുന്നത്. ആവശ്യത്തിന് മാത്രം മിറർ ഉപയോഗിക്കുന്ന രീതിയിലാണ്. ഇതൊരു ആൻറ്റിക് പീസാണിത്. ഇതിന് 19,000 എൻ്റെ വാല്യൂ വന്നേക്കുന്നത്. ഒരു ഷോ പീസുള്ള മിററാണ്. നമ്മൾ ഡ്രസ്സെല്ലാം ഹാങ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് ചെയ്തേക്കുന്നത്. ആൻറ്റിക് അല്ല, റീസ്റ്റോർ ചെയ്തേക്കുന്ന ഒരു മോഡലാണ്. അത് ഓരോന്നിനും ഉണ്ട്. ട്വിൽറ്റിംഗ് ടൈപ്പാണ്. ഫുള്ളി ടീ കുഡിൽ ചെയ്തേക്കുന്നതാണ്. ഇത് കാണാൻ ഒരു കൗതുകമുണ്ട്. അതിന് 4,500 ടീ കുഡിൽ ചെയ്തേക്കുന്നത്. നല്ലൊരു മോഡലാണ്. അതിൽ കോർണറിലൊരു സ്റ്റാൻഡും വുഡൻ. ഇതെല്ലാം പഴയ ആൻറ്റിക് പീസ് അല്ല, ആൻറ്റിക് ശൈലിയിൽ റീസ്റ്റോർ ചെയ്തേക്കുന്ന ഒരു മോഡലാണ്. ഇത് സൈഡ് ടേബിൾസ് ആണ്. കോട്ടിൻ്റെ 2 സൈഡിലും വരുന്ന സൈഡ് ടേബിൾസ് ആണ്. കോട്ടും ഒരു വിക്ടോറിയൻ സ്റ്റൈലില, സെമി വിക്ടോറിയൻ സ്റ്റൈലുള്ള ഒരു പാറ്റേൺ ആണ് ഈ കോട്ടിൻ്റെ ഹെഡ് റെസ്റ്റിന് കൊണ്ടുവന്നേക്കുന്നത്. ഒരു വലിയൊരു ബാമ്പുവിന്റെ പീസിൽ ചെയ്തേക്കുന്നതാണ്. ഫുള്ളി ഹാൻഡ് വർക്കിൽ ചെയ്തേക്കുന്ന ഒരു ചുമർ ചിത്രമാണ്. അത് നാച്ചുറൽ കളേഴ്സ് ഉപയോഗിച്ച് ചെയ്തേക്കുന്നതാണ്. അതിൽ വെറൈറ്റി ആയിട്ടൊരു പാറ്റേൺ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഹനുമാനാണ്. ഹനുമാന്റെ വേറെ വേർഷനിൽ ചെയ്തേക്കുന്നതാണ്. ഇത് കൊള്ളാം. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കോർണർ സ്റ്റാൻഡാണ്. ആന്റിക് അല്ല, റീസ്റ്റോർ ചെയ്തേക്കുന്നതാണ്. ആന്റിക് സ്റ്റൈൽ. ഇതിന് റിപ്ലിക്ക എന്നും പറയാം. പഴയ ഒരു പാറ്റേൺ എടുത്തിട്ട് റീക്രിയേറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ്. അത് കോർണറിന്റെ ഒരു മിറർ, ബാക്കിലൊക്കെ റിവേഴ്സ് മിറർ ഉള്ളതാണ്. എന്തെങ്കിലും ഡിസ്പ്ലേ വെക്കാൻ പറ്റിയ നല്ലൊരു ഷോ ഐറ്റംസ് ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 14,000 റുപ്പീസാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ്. ഞാനിപ്പോൾ ഈ ഷോറൂം ഡിസ്പ്ലേ സെന്ററിലേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചൊരു ഐറ്റമാണ് ബേർഡ് ബാത്ത് എന്ന് പറയുന്നത്. പക്ഷികൾക്ക് കുളിക്കുവാനും വെള്ളം കുടിക്കാനുള്ള ഒരു സൗകര്യത്തിലുള്ള ഇത് കാസ്റ്റേണിലാണ് ഇത് പണിതേക്കുന്നത്. ഇത് പഴയ ആൻറ്റിക് സംഭവമാണിത്. പക്ഷികൾക്കെല്ലാം വേനൽക്കാലത്ത് വെള്ളവും അതുപോലെ വെള്ളത്തിൽ കുളിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഒരു മോഡലാണ്. പഴയ പാലസിലൊക്കെ കാണുന്ന ഒരു മോഡലാണിത്. ആൻറ്റിക് ഇന്റീരിയർ സ്റ്റൈലും ആൻറ്റിക് ഫർണിച്ചറുകളും വളരെ ചെലവേറിയതാണ്. പക്ഷേ അതിലേറെ പ്രൗഢിയേറിയ ഒരു ഇന്റീരിയർ സ്റ്റൈലും കൂടിയാണ്. ആൻറ്റിക് ഇന്റീരിയർ ഏറെ കാലം നിലനിൽക്കും. കാലം എത്രയായാലും അതിൻ്റെ പ്രൗഢിയും മൂല്യവും വർദ്ധിച്ചു കൊണ്ടിരിക്കും. ആൻറ്റിക് ഇന്റീരിയർ സ്റ്റൈലിനെ കുറിച്ചും അതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.